ഞാനിന്ന് നിങ്ങളെ കാണണ്ടെന്ന് വെച്ചാണ്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടപ്പോൾ നിങ്ങളോടൊന്ന് നിങ്ങളെ കാണണമെന്ന് തോന്നി. മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് സംരക്ഷിക്കുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചത്. ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് വേണം വേണ്ടത് ചെയ്യാൻ എന്നെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഉപദേശത്തിന് നന്ദി. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ ഒരു പരാതിയില്ല, ഒരു FIR ഇല്ല, ഒരു കേസുമില്ല. പക്ഷെ ധാർമ്മികതയുടെ പേരിൽ, സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിൻ്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തു. ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നടപടിയെടുത്ത് ഞങ്ങൾ മാറ്റി നിർത്തി. എൻ്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ബാക്കി 4 വിരലും അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത്. ആരാണ് ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്? ലൈംഗിക അപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട്. CPM-ലെ ഏറ്റവും സീനിയർ നേതാവ്, ആരോപണം ഉന്നയിച്ച, പരാതി കൊടുത്ത കേസിലെ പ്രതിയാകേണ്ട ആൾ, അത് പോലീസിന് കൊടുക്കാതെ അത് പാർട്ടി കോടതിയാക്കി മാറ്റി ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട്. ആ സീനിയർ നേതാവ് പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. വളരെ മുതിർന്ന നേതാവ്, എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടിരുന്ന നേതാവ്, ഈ പരാതി കൊടുത്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിച്ച ആളെ തൊട്ടടുത്ത് ചേർത്തിരുത്തി. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നത്, എല്ലാവരുടെയും പേര് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതുപോലെ ഇപ്പോൾ അദ്ദേഹത്തിന് കൈപൊക്കുന്നൊരു MLA നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതിയാണ്. ബലാത്സംഗ കേസ് ആരാ ചാർജ് ചെയ്തത്? ഇദ്ദേഹത്തിൻ്റെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ പ്രതിയാണ്. ആരാ സംരക്ഷിക്കുന്നത്? എന്ത് നടപടിയെടുത്തത്? ഒരു നടപടിയെടുത്തില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അതായത് അദ്ദേഹം കൊച്ചായിരുന്നപ്പോൾ എന്തോ നടന്ന സംഭവത്തെ പോലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നടന്ന സംഭവം എന്ന് പറയുന്നത്. അതിന് സംരക്ഷണം കൊടുക്കുന്ന ആരാ? പോലീസ് എടുത്തേക്കുന്ന കേസാണ്, റേപ്പ് കേസ് അല്ലേ? അതിനാരാ സംരക്ഷണം കൊടുത്തിരിക്കുന്നത്? അതിന് സംരക്ഷണം കൊടുത്തിരിക്കുന്നയാൾ മുഖ്യമന്ത്രി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവതാരം വന്നല്ലോ, ഒരു അവതാരം ഇല്ലേ? ആ അവതാരം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആരുടെ കൂടെയായിരുന്നു? സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി. അതായത് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്ന് വച്ചാൽ പോലും മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുക്കുമെന്ന് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ആള്. അദ്ദേഹം വൈകുന്നേരമായ എവിടെയായിരുന്നു? മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ? വൈകുന്നേരമായ ഇൻ്റലിജൻസ്, പോലീസ്, ക്രൈം ബ്രാഞ്ച് അല്ലേ, സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം ബ്രാഞ്ച് അല്ല സ്പെഷ്യൽ ബ്രാഞ്ച്, എന്തെല്ലാം സംവിധാനമാണ് മുഖ്യമന്ത്രിക്ക്? ഏറ്റവും അടുത്തയാൾ, അമിതാധികാരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നയാൾ വൈകുന്നേരമായ എങ്ങോട്ടാ പോയിരുന്നത്? ആ അവതാരം എത്ര CPM നേതാക്കൾക്കെതിരായി ആരോപണം ഉന്നയിച്ചു? എത്ര CPM നേതാക്കൾക്കെതിരായി, മന്ത്രിമാർക്കെതിരായി, സ്പീക്കർക്കെതിരായി, എത്ര പേർക്കെതിരായി? അപ്പോൾ അവർക്കെതിരെ ഒരു കേസ് എടുത്തോ? ഒരു ഡിഫമേഷൻ കേസ് അവർക്കെതിരെ കൊടുത്തോ? ഇവരാരെങ്കിലും കൊടുത്തില്ലല്ലോ. ഈ പറയുന്ന പരാതിയുടെ പുറത്ത് ആർക്കെങ്കിലും എതിരെ ഒരു കേസെടുത്തോ? അവർക്കെതിരായി ഈ പാർട്ടി, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായ പാർട്ടി ഒരു നടപടിയെടുത്തോ? നടപടിയെടുത്തില്ല. വേറൊരു MLA-യുടെ വാട്സാപ്പ് സന്ദേശം, ഇപ്പോൾ വാട്സാപ്പിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത്. വേറൊരു MLA-യുടെ, ഒരു സീനിയർ MLA-യുടെ, ഒരു മുൻ മന്ത്രിയുടെ വാട്സാപ്പ് സന്ദേശം 2-2.5 കൊല്ലമായി ഇങ്ങനെ കിടക്കിക്കൊണ്ടിരിക്കുക. ഒരു നടപടി എടുത്തോ പാർട്ടി? ഒരു നടപടി പാർട്ടി ചോദിച്ചോ? ഒരു വിശദീകരണം ചോദിച്ചോ? ഒരു വിശദീകരണവും അദ്ദേഹം ചോദിച്ചില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അവതാരം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ആളുമായി ബന്ധപ്പെട്ട് 100 ദിവസം ജയിലിൽ പോയി, പിന്നെ തിരിച്ചു വന്ന് പിന്നെയും ജയിലിൽ പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലായി ഈ ഏർപ്പാട് മുഴുവൻ.
ഈ ഏർപ്പാട് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. എന്നിട്ട് ഒരു പരാതിയില്ലാതെ FIR ഇല്ലാതെ ഉള്ള കേസിൽ ധാർമ്മികതയുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ച ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പേരെ സംരക്ഷിച്ച ഇന്ത്യയിലുണ്ടാവില്ല ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനെ പോലെ. ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല. എന്നിട്ട് വന്ന് പറയാണ് പ്രതിപക്ഷ നേതാവ്. അതാ ഞാൻ പറഞ്ഞത്, ചങ്കിലേക്കാണ് 4 വിരൽ അദ്ദേഹത്തിൻ്റെ. എനിക്ക് നേരെ ഒരു വിരൽ ചൂണ്ടിയപ്പോൾ 4 വിരൽ സ്വന്തം ചങ്കിലേക്കാണ്. ഇതിനേക്കൊന്നും മറുപടി പറ, ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് മറുപടി പറ. ചോദിക്കുന്നതിനൊന്നും മറുപടി പറയില്ലല്ലോ. ഒരു ഷെയ്ഡി ക്യാരക്ടർ, കളങ്കിത വ്യക്തിത്വം വന്ന് മദ്രാസിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ഹവാലയും റിവേഴ്സ് ഹവാലയും നടത്തി മന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വരെ നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് വരെ പണം അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകനുമായുള്ള തെറ്റായ വഴികളിലൂടെയുള്ള ബന്ധത്തെക്കുറിച്ച് ആരോപണം വന്നിട്ട് ചെറുവിരലനക്ക് ഈ മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്തോ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു കളഞ്ഞു. ഒരു മറുപടി പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ കാര്യത്തിൽ പറഞ്ഞില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട, ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ മതി. കണ്ണാടിയിൽ നോക്കിയാൽ മതി. നിങ്ങൾ ആരാണ്, നിങ്ങൾ എത്ര പേരെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത്, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതെല്ലാം ആരാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യമാവും. കണ്ണാടി നോക്കണം. കണ്ണാടി നോക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത്, ബാക്കിയുള്ളവർക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത്. അതുപോലെ ഈ ഗവൺമെൻറ്റിൻ്റെ ചില തെറ്റായ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹവാല, റിവേഴ്സ് ഹവാല, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തിട്ടും വീണ്ടും സമരവുമായി CPM ഇറങ്ങിയിരിക്കുന്നത്.